ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിഫ്റ്റി പെടുന്ന തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു ഫസ്റ്റ് ഗിയറിലേക്കും ഇന്നൊരു സെക്കൻഡ് ഗിയറിലേക്കും ഇന്നൊരു ടോപ്പ് ഗിയറിലേക്കും പോയ ഒരു അവസ്ഥയിലാണ് നിഫ്റ്റി. 500 പോയിൻറ്റ്, സെൻസെക്സ് 2000 പോയിൻറ്റ്, ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ബാങ്ക് നിഫ്റ്റി 700 പോയിൻറ്റിൻ്റെയൊക്കെ അതിശക്തമായുള്ളൊരു തിരിച്ചുവരവ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയെന്നല്ല, മറിച്ച് ഇന്ന് ഫോൾ ആയിട്ടില്ല. അപ്പോൾ അദാനി സ്റ്റോക്കിനൊക്കെ ഷോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ കറക്ഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ സ്റ്റോക്കുകളും തിരികെ എത്തിയിട്ടുണ്ട്. PSU ഇൻഡെക്സ് ഉൾപ്പെടെ എല്ലാം തന്നെ തിരികെ എത്തി. ജെഫ്രീസ് ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത വർഷത്തോട് കൂടിയിട്ട് 27,000 മറികടക്കുമെന്നുള്ളൊരു ന്യൂസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ മാർക്കറ്റിനെ മുന്നോട്ടോ പിന്നോട്ടോ കൊണ്ടുപോകുന്നത് ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് ആണ്. ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ്, ജനങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് ഫോം ആവുന്നത്? അപ്പോൾ ഉണ്ടാകുന്ന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ, മാർക്കറ്റിനെ ചലിപ്പിക്കാൻ ശക്തിയുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറകെ മറ്റുള്ള ആളുകളും അതേ തീരുമാനത്തിൻ്റെ പുറകെ പോകുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു വലിയൊരു റാലിയോ സെയിം അവസ്ഥയിൽ ഫോളോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം തീരുമാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയാലും ട്രേഡേഴ്സ് ആയാലും ന്യൂസിനെ മറികടന്നിട്ട് മാർക്കറ്റിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമൊന്നും വെച്ച് പുലർത്താറില്ല. എല്ലാ ന്യൂസും അല്ലേ, അതിപ്പോൾ മാർക്കറ്റിനെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുന്ന ന്യൂസായാലും അല്ലെങ്കിൽ മാർക്കറ്റിനെ താഴേക്കിടുന്ന കാര്യമായാലും എല്ലാം ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് മാർക്കറ്റ് എപ്പോഴും മുന്നോട്ടോ പിന്നോട്ടോ പോവുക. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഡേറ്റാസ്, GDP ഡേറ്റ, US റിപ്പോ നിരക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ റിപ്പോ നിരക്ക്, ഇതെല്ലാം തന്നെ മാർക്കറ്റ് അത് റിയാക്ട് ചെയ്യപ്പെടും, അതേപോലെ തന്നെ റിയാക്ട് ചെയ്യപ്പെടും. ഇന്ത്യൻ മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ത്യയിലുണ്ടാകുന്ന ക്യൂസുകളും ലോക്കൽ ക്യൂസുകളും അതേപോലെ തന്നെ റിയാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ വാച്ച് ചെയ്യണം. ഇതെല്ലാം തന്നെ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്താൽ മാത്രമാണ് ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റിൽ നിന്ന് സുസ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ട കാര്യം ഇത്തരം വാർത്തകൾ നമ്മൾ മുൻകൂട്ടി അറിയുകയും, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇവൻ്റ് ആണെങ്കിൽ അതെന്നാണെന്നുള്ളത് കൃത്യമായ ധാരണ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ്റെ റിസൾട്ടും മറ്റുള്ള എക്സിറ്റ് പോൾ റിസൾട്ട് നമ്മൾ കണ്ടു. അതൊക്കെ തിങ്കളാഴ്ച റിയാക്ട് ചെയ്യും. ഇപ്പോൾ അത് അറിയാതെ ഒരാൾ തിങ്കളാഴ്ചയിലേക്കുള്ളൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് പോയാൽ പോലും ന്യൂസ് അവിടെ ഉണ്ട്. ആ ന്യൂസ് ആയിരിക്കും കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടാം. നിഫ്റ്റിയിൽ നിന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നിന്ന് SBI, TCS, ടൈറ്റാൻ, അൾട്രാടെക് സിമെൻറ്റ്, ITC തുടങ്ങിയ കമ്പനീസ് ശക്തമായിട്ടുള്ള റാലി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ബജാജ് ഓട്ടോ മാത്രമാണ് ഇന്ന് നിഫ്റ്റി 50-ൽ റെഡ് ആയിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവാണ്. നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ കാണാം. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 598 പോയിൻറ്റ്, ഇന്നത്തെ ലോയിൽ നിന്ന് 598 പോയിൻറ്റ് അതിശക്തമായ റാലി. ഒരു വേള 24,000 മറികടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ 24,000-ന് തൊട്ട് താഴെ മാർക്കറ്റ് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ 98, ബ്രന്റ് ഓയിൽ 74, ഗോൾഡ് $38 ഉയർന്ന് 2,700, ഇന്ത്യ വിക്സ് ഇന്ന് 2.5% ഫോൾ ചെയ്ത് 15.5. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE, CAC 40, ഡാക്സ് എല്ലാം തന്നെ മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തിങ്കളാഴ്ച ദിവസം മഹാരാഷ്ട്രയുടെ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വലിയൊരു ഈവൻ്റ് ഉള്ളത്. വാർത്തയിലേക്ക് പോകും മുമ്പ് അടുത്ത ആഴ്ചയാണ് കൊച്ചിയിൽ ക്ലാസ് റൂമിൽ ഇരുന്നുള്ള ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമ്പനിയിൽ നമ്പറുണ്ട്. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ഓൺലൈൻ പഠിക്കുന്ന ആളുകൾക്കും അതേ നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. ആദ്യം NTPC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. NTPC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവർ 10,000 കോടി രൂപയുടെ IPO ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. NTPCയുടെ ഗ്രീൻ എനർജി ആട്ടോ. പേടിഎം ബ്രോക്കറേജ് ഫേമായിട്ടുള്ള ബെർസ്റ്റീൻ പേടിഎമ്മിനെ അപ്ഗ്രേഡ് ചെയ്ത ന്യൂസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിലാണ്. JSW എനർജി, SBI ഇവർക്ക് ഒരു ഇൻസൈഡർ ട്രേഡിംഗ് വയലേറ്റ് ചെയ്തതിനെ തുടർന്ന് ഒരു വാർണിംഗ് കൊടുത്തു. ഇന്ന് JSW എനർജി സ്റ്റോക്ക് ഇന്ന് ഫോളാണ്. മാർക്കറ്റ് റാലി ചെയ്തപ്പോൾ ഈ ഒരു ന്യൂസ് കാരണമാണ് ഇന്ന് സ്റ്റോക്ക് ഫോൾ ആയിട്ടുള്ളത്. PVR കഴിഞ്ഞ വർഷം 15 ലക്ഷം ആളുകൾ PVR സന്ദർശിച്ചു. ഇവരുടെ ലക്ഷറി സിനിമ
എക്സ്പീരിയൻസ് ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. NTPC ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിലായിട്ട് ഇവർ 2 ലക്ഷം കോടി രൂപയ്ക്ക് ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ശോഭ ബ്രോക്കറേജിങ് ഫേമായിട്ടുള്ള ഇൻവെസ്റ്റെക് ശോഭേനെ ബൈ റൈറ്റ് കൊടുത്തു. CESC കമ്പനി 2300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഹൈബ്രിഡ് പ്രൊജക്റ്റ് 2029 കൂടിയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. നാഷണൽ ഫെർട്ടിലൈസർ കമ്പനി ഇവരെ നഗ്മാൽ പ്ലാന്റിൽ ഇവർ നാനോ യൂറിയ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നുണ്ട്. NLC ഇന്ത്യ കമ്പനി ഇവർക്ക് കോൾ മൈൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഒഡീഷയിൽ നിന്നാണ്. പാരാസ് ഡിഫൻസ് കമ്പനി ISRO ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സ്വാൻ എനർജി കമ്പനി റിലയൻസ് നേവലായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു, സ്റ്റോക്കിൽ നിന്ന് റാലി രേഖപ്പെടുത്തി. കിറ്റെക്സ് 2:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 2:1 എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് 2 ഷെയർ എക്സ്ട്രാ കിട്ടും. പ്രാജ് ഇൻഡസ്ട്രീസ് 400 കോടി രൂപയ്ക്ക് ഇവരുടെ മാംഗ്ലൂരിൽ ഒരു പ്ലാന്റ് ഇവർ ചെയ്യുന്നുണ്ട്, സ്റ്റോക്കൊക്കെ നിന്ന് റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ MGL CNGയുടെ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി. BHEL 9 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പ്രൊജക്റ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും മാർക്കറ്റ് 24,000 പരിസരത്തേക്ക് എത്തി നിൽക്കുകയാണ്. 23,550 ലോ ക്രിയേറ്റ് ചെയ്ത് 5 മന്ത് ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും ഒരു പ്രതീക്ഷകളൊക്കെ തന്ന്, ഇൻവെസ്റ്റേഴ്സിന് ചെറിയ പ്രതീക്ഷകൾ തന്ന് 24,000 എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഒരു കീ ഈവൻറ്റ്. ഞായറാഴ്ച നമുക്ക് ഉച്ചയോടെ കൂടിയിട്ട് അടുത്ത ആഴ്ചയിലെ മേജറായിട്ടുള്ള ഗ്ലോബൽ ഈവൻ്റ് അടക്കമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രിയും നല്ലൊരു വീക്കെൻഡും നേരുന്നു. താങ്ക് യു.